അതെ, ആ പച്ച ഷർട്ട് എനിക്ക് വേണം കേട്ടോ. ഡോക്ടർ അല്ലേ അത്? അയാൾ നമ്മളെ തപ്പി ഇറങ്ങിയതാ. നീ വാ. ഓടിക്കോ. ഏയ് സുധി, ഒന്ന് നിക്ക്. ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ. നമുക്ക് അങ്ങോട്ടല്ലേ പോണ്ടത്? പരാജയം തനിക്ക്. അതെ, നിങ്ങൾക്ക് വഴി തെറ്റി അങ്ങോട്ടാ പോകേണ്ടത്. ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവൻ ഗർഭിണികളാക്കും. നീ നോക്കിക്കോ. ദേ വരുന്നു. അയാളുടെ കണ്ണിപ്പെടാതെ നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോന്നതാ. മുകളില് എനിക്കൊരിക്കലും ഡോക്ടറെ ചതിക്കണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ നീ ഒളിച്ചോടിയത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച സാറിന് ഭ്രാന്താ. നീ പോടാർന്ന്, ഞാൻ തുറന്നു പറയും. അല്ലെങ്കിൽ പിന്നെ ആണുങ്ങൾ ഗർഭിണിയാവുന്ന ആരെങ്കിലും വിശ്വസിക്കുവോ? അത് ശരിയാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി. അതാ ഉണ്ടായത്. അപ്പൊ പൂർണ്ണ മനസ്സോടെ അല്ലേ നീ ഇതിന് സമ്മതിച്ചത്? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാശ് എണ്ണി വാങ്ങിക്കുമ്പോ ഇതൊന്നും ഓർത്തില്ലേ? അല്ല സാറ് ക്ഷമിക്കണം, ഞാനതൊന്നത്ര കാര്യമായിട്ടെടുത്തില്ല. നിന്റെ ജീവൻ വെച്ച് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ നിന്റെ വയറ്റിൽ വളരുന്ന ഒരു പിഞ്ചു ജീവനുണ്ട്. അത് നശിപ്പിക്കാൻ നിനക്കാരാ അധികാരം തന്നത്? ഇത്രയും ക്രൂരത ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ല സുധി. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. സാറിനോട് ക്ഷമിക്കണം. അറിവില്ലായ്മ? ചരിത്രത്തിൽ ആദ്യമായി ഗർഭം ധരിച്ചൊരു പുരുഷനാണ് നീ. നിന്റെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്. അതറിയാമോ? നിനക്ക് വേണമെങ്കിൽ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറാം. ആരും നിന്നെ നിർബന്ധിക്കില്ല. അതിനൊരു അബോർഷൻ വേണ്ടിവരും. പക്ഷേ അത് നിന്റെ ജീവൻ ആപത്താണ്. ആലോചിച്ച് നിനക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാം. അമ്മേ, എന്താ? എന്തു പറ്റി? എന്താടാ, എന്തു പറ്റി? വേണ്ട ഡോക്ടർ, പ്ലീസ്. പത്രസമ്മേളനം നമുക്ക് വേണ്ട. ആൾക്കാരുടെ മുന്നിൽ എന്നെ പ്രദർശിപ്പിക്കരുത്. എന്റെ കുടുംബം തകർന്നു പോകും. നിങ്ങൾ രണ്ടുപേരും ഇതിനകത്തിരുന്നാ മതി. പുറത്തിറങ്ങണ്ട. ഇത്തവണ ധർണയ്ക്ക് ഞാൻ മുമ്പിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാനവിടെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാടാ. ബുദ്ധിമുട്ട് ഇറങ്ങി ഓർഡർ. അതേ നിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. ഗോപാലകൃഷ്ണൻ അയ്യോ, തല കുടിങ്ങോ? ആ പോയത് ഗോപാലകൃഷ്ണൻ അല്ലേ? അറിയില്ലാന്നേ. അയാൾ പിന്നെ എന്തിനാ ഓടിയത് എന്നെ കണ്ടപ്പോ? ഇയാൾക്ക് എന്താ വരയുടെ അസുഖമുണ്ടോ? എന്താ തിരയുന്ന? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈല് കാണാനില്ല. ഞങ്ങൾ സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ട ശശി. ശശി. അപ്പൊ അളിയനല്ല? അല്ല. വാടാ. ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭമുണ്ടല്ലേ? നല്ല വയറ്. ഇനി ഗോപാലകൃഷ്ണനാണെന്ന് എനിക്ക് തോന്നിയായിരിക്കോ? ആയിരിക്കും. ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് അറിയോ? പാർട്ടിയിലെ അണികളാണെന്ന് പറഞ്ഞ് നടക്കും.
എവിടെ പോയി? ഡോക്ടർ മെല്ലെ എഴുന്നേക്ക്. ചിരിക്കുന്നടാ. സോറി സാർ, ഇവന്റെ അളിയൻ ഗർഭിണിയായതുകൊണ്ട് പെട്ടെന്ന് ഇവനെ കണ്ട പോടിയതാ. അല്ലല്ല, ഇവൻ ഗർഭിണിയായതുകൊണ്ട് പെട്ടെന്ന് അളിയനെ കണ്ട പോടിയതാ. സോറി അളിയ. അല്ല അയ്യോ സോറി സാർ, പെട്ടെന്ന് സന്തോഷം കൊണ്ടെല്ലാം തെറ്റിപ്പോന്ന്. ഇനി വൈകണ്ട, എന്തെങ്കിലും ഉടനെ ചെയ്യണം. പത്രസമ്മേളനം നടത്തിയ സ്ഥിതിക്ക് എന്തായാലും പരീക്ഷണം സക്സസ്ഫുൾ ആയിരിക്കും. റോയ് പരീക്ഷണത്തിൽ വിജയിച്ചാൽ നമുക്കെന്താ? അയാളുടെ വിജയം നിന്റെ സർവ്വനാശത്തിന്റെയും തുടക്കമായിരിക്കും. പ്രഗ്നൻസി 6 മാസമായെന്നല്ലേ പറഞ്ഞത്? ആ കാര്യയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ? പേര് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. ആ, ഫാമിലി ഡീറ്റെയിൽസും കൂടെ വേഗം കളക്ട് ചെയ്യണം. ഇച്ചേച്ചിക്കും അവർണവോൾക്കും വേണ്ടി ഈ വിഷയത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ വഴക്കിനും വക്കാണത്തിനും ഒന്നും പോവണ്ട. എടി, നിന്റെ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എവിടെയോ കിടക്കുന്ന ഒരുത്തനും അവൻ പ്രസവിക്കുന്ന കുഞ്ഞും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. റോയിയുടെ ഒരു സമ്പത്തും എനിക്കും എന്റെ മോൾക്കും വേണ്ട. നീ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഇതൊന്നും ശരിയല്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. മനസ്സും മണ്ണാങ്കട്ടെയും ഒന്നും മിണ്ടായിരുന്നോണം. അല്ല, പണി കൊടുക്കാൻ പോയിട്ട് അവസാനം തിരിച്ച് നമുക്ക് പണി കിട്ടൂടാ. എന്താ അച്ചായന് പേടിയുണ്ടോ? എന്നാ വേണ്ട, ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. എടാ, പേടിച്ചിട്ടൊന്നും അല്ല. സംഗതി ഒരല്പം പാളിപ്പോയി നമ്മൾ 3 പേര് അകത്ത് കിടന്ന് അഴിയണം. അത് നിനക്കറിയുമോ? അതങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, ഇവളെന്താ ഇവിടെ? കംപ്ലീറ്റ് കലങ്ങുമല്ലോ. അയ്യോ, ഇവനെന്താ ഓടുന്നത്? ഇവിടെ ആരെയപ്പോ ഇങ്ങോട്ട് വിളിച്ചത്? ഓ എന്റെ ഭഗവാനെ, എന്തൊക്കെയാവോ എന്തോ ഇനി. ആരാ? ഞാൻ മാളവിക. ഡോക്ടർ മഹേഷ് സാർ പറഞ്ഞു വിട്ടതാ. ആ, വരൂ വരൂ വരൂ. ആ, ഡോക്ടർ മഹേഷ് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? സാറിനെ വന്ന് കാണണമെന്നും ഇവിടെ ജോലിയൊന്നും പറഞ്ഞിരുന്നു. എന്റെ ഇവിടുത്തെ എക്സ്പെരിമെന്റിനെ പറ്റി വല്ലതും പറഞ്ഞോ? ബേസിക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ. എത്ര വർഷമായി മഹേഷിന്റെ ഹോസ്പിറ്റലിൽ? 4 വർഷം. വരൂ. എന്റെ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു പുരുഷനാണ്. ഒരു പ്രഗ്നന്റായ സ്ത്രീയെ കെയർ ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഒരു പുരുഷനെ കെയർ ചെയ്യാൻ. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് സാറ് പറഞ്ഞാൽ മതി. എവരി 1 hour ടെമ്പറേച്ചർ BP ഒക്കെ ചെക്ക് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ECG എടുക്കണം. ഇഫ് എനി വേരിയേഷൻസ് യു ഷുഡ് ഇൻഫോം മീ ഇമ്മീഡിയറ്റ്ലി. ശരി സാർ. പിന്നെ ചില വൈറ്റമിൻസ് ഗുളികൾ കഴിപ്പിക്കണം. ഫുഡ് ചാർട്ട് നോക്കിയിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം. ഓക്കെ? ഓക്കെ സാർ, ചെയ്യാം. പുഷ്പ, എന്താ ഡോക്ടറെ? നീ ബാഗ് കൊണ്ടുപോയി നമ്മുടെ ഗസ്റ്റ് റൂമിൽ വെക്ക്. ഡോക്ടറെ, ഇതും പോടാ. ഇത് മാളവിക, ഹോം നഴ്സ് ആണ്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച. ചെല്. നമ്മുടെ കാരിയർ പരിചയപ്പെടണ്ടേ? വാ. ഇതെന്താ രണ്ടുപേരും പുറംതിരിഞ്ഞ് നിൽക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഇതാണ് നമ്മുടെ കാരിയർ സുധി. ഇത് ഗോപാലകൃഷ്ണൻ. ഹലോ.
മാളു 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 മാളു